ഞങ്ങള് ന്യായമായിട്ടാ പറയുന്നത് കേട്ടോ. ന്യായമായിട്ടാണ്. അറിയില്ല, തുറന്നോക്കേണ്ട കാര്യമില്ല. പിന്നെ വർത്തമാനോട് കാര്യമില്ലല്ലോ. ആരായിക്കോട്ടെ അടച്ചോണം. സംയുക്ത തൊഴിലാളി യൂണിയൻ ദേശവ്യാപകമായി ഇന്ന് അഖിലേന്ത്യാ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ, BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ പരമാധികാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും വിദേശ മേലാളികൾക്ക് ഇന്ത്യയുടെ പരമാധികാരം അടിയറ വയ്ക്കുകയും 1% വരുന്ന കുത്തകകളെ സഹായിക്കുന്നതിനായി തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളും അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികളുടെ അട്ടിമറിച്ചുകൊണ്ടുള്ള ആ നടപടി അവസാനിപ്പിക്കണമെന്നും ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും തൊഴിലാളി സഹാക്കളുടെയും എല്ലാം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കി തരണമെന്നും അവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുകയും കുത്തകളെ സഹായിക്കുന്നതിന് വേണ്ടിയും വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധം നമ്മുടെ സമ്പദ് വിദേശ കുത്തകൾക്ക് അടിയറ വയ്ക്കുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്ന നമ്മുടെ BJP സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സമരം, ഈ ദേശീയ പണിമുടക്ക് നടത്തി വരുന്നത്. വർഷങ്ങളായി 23ഓളം ദേശീയ പണിമുടക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 22 കഴിഞ്ഞ് 23ാമത്തേതാണ്. ഓരോ പണിമുടക്കങ്ങൾക്കും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളാണ് നമ്മൾ ഉയർത്തുക. ഭരണാധികാരികൾ അതൊന്നും ചെവിക്കൊള്ളാറില്ല. ഇപ്പോഴത്തെ ഗതികേടെന്ന് പറഞ്ഞാൽ BJP ആണ് 2014 മുതൽ ഈ രാജ്യം ഭരിക്കുന്നത്. BJP അധികാരത്തിൽ വരുമ്പോൾ അവർ വലിയ പ്രചരണം നടത്തിക്കൊണ്ടാണ് വന്നത്. ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിനും സാധാരണക്കാർക്കും കൃഷിക്കാർക്കുമെല്ലാം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ആകെ സംരക്ഷിക്കുന്നു പറഞ്ഞ് അധികാരത്തിൽ വന്നെങ്കിലും അധികാരത്തിൽ വന്നപ്പോൾ തനിതര നമുക്ക് മനസ്സിലായി. ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അതേപോലെ തൊഴിലാളികൾ നൂറ്റാണ്ടുകൾ സമരം നടത്തി നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ ഒന്നൊന്നായി രാജ്യത്തുണ്ട്, ലോകത്തുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. അതെല്ലാം അട്ടിമറിച്ച് 44
നിയമങ്ങൾ തൊഴിലാളിക്ക് അനുകൂലമായി ലേബർ കോടതി ഉൾപ്പെടെ ഈ രാജ്യത്തുള്ളതാണ്. പക്ഷേ 44 തൊഴിൽ നിയമങ്ങളിൽ 29 പ്രധാനപ്പെട്ട നിയമങ്ങളെടുത്ത് 4 കോഡാക്കി മാറ്റി ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ് നവംബറിൽ പ്രഖ്യാപിച്ച് അംഗീകരിച്ചു കഴിഞ്ഞു. രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും അത് നടപ്പിലാക്കി വരിക. അതിന്റെ ഫലമെന്താ? 8 മണിക്കൂർ തൊഴിൽ സമയം, തൊഴിലാളി കൂലി പണിയെടുത്ത് കഴിഞ്ഞാൽ കൂലി കൊടുത്തുകൊള്ളുക, അവർ സംഘടിക്കാനുള്ള അവകാശം, ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം, ബോണസ് അവകാശം, പെൻഷൻ അവകാശം, സ്ഥിരാവകാശം എല്ലാം ഉണ്ടായിരുന്നു. മുഴുവൻ കളഞ്ഞു. തൊഴിലാളികൾ പിരിച്ചുവിടണമെങ്കിൽ പ്രത്യേക നിയമ സംവിധാനം വേണം, പിരിച്ചുവിടാൻ നോട്ടീസ് കൊടുക്കണം, അതെല്ലാം കളഞ്ഞു. ഇപ്പൊ എന്താ സ്ഥിതി? 300 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി തൊഴിലാളിയെ പുറത്തുവിടാൻ ഒരു നോട്ടീസ് ഒരു ഉടമയ്ക്ക് വേണ്ട. ഈ രാജ്യത്തിന്റെ സ്വത്തുക്കളും മനുഷ്യരെ മുഴുവൻ ഈ രാജ്യത്തെ കുത്തക കോർപ്പറേറ്റുകൾക്ക്, അദാനി അംബാനിമാർക്ക് അടിയറ വച്ചിരിക്കുന്നു BJP RSS കൂട്ടാളികൾ. RSSന്റെ തുടരെ കിടക്കുന്ന നായ്ക്കളെ പോലെ കേന്ദ്രത്തിലെ മന്ത്രിമാർ നിൽക്കുക, പ്രധാനമന്ത്രി അമിത്ഷായും അടക്കം. ആ തരത്തിൽ ഗുരുതരമായ വിഷയങ്ങൾ തൊഴിലാളികൾക്കെതിരെ എടുക്കുക. അവന് യാതൊരു ആനുകൂല്യം കൊടുക്കേണ്ടതില്ല. സ്ഥിരം തൊഴിലാളികൾ ഇനി വേണ്ട. 2014 തെരഞ്ഞെടുപ്പിൽ 2 കോടി ചെറുപ്പക്കാർക്ക് വെച്ച് കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ കൊടുക്കും എന്ന് BJP നാട് മുഴുവൻ പ്രചരണം നടത്തുക. കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ സർക്കാർ കൊടുത്ത തൊഴിലവസരം പോലും കേന്ദ്ര ഗവൺമെന്റ് ഈ ഇത്രയും നാൾ കൊണ്ട് കൊടുത്തിട്ടില്ല. അത്രമാത്രം വ്യതിയാനം. ഒരു രാജ്യമാണ്, ഇതൊരു സ്റ്റേറ്റാണ്. ആ തരത്തിൽ തൊഴിലാളികളെ വഞ്ചിച്ചു, ചെറുപ്പക്കാരെ വഞ്ചിച്ചു, കാർഷിക രംഗത്ത് ഗുരുതരമായ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. ഇന്നിപ്പോ കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വടക്കേ ഇന്ത്യയിൽ 13 മാസക്കാലം ഈ രാജ്യത്തെ ഐക്യ കർഷക യൂണിയൻ ഭീകരമായി സമരം നടത്തി തെരുവിൽ. അവസാനം നരേന്ദ്രമോദി മൂക്കുകൊണ്ട് ഇക്ഷാറ വരച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒത്തുതീർപ്പ് വെച്ചു. പക്ഷേ വാക്ക് പാലിച്ചില്ല. ഇപ്പം വീണ്ടും ഗുരുതരമായ വിഷയത്തിലേക്ക് പോവാം. കറണ്ട് ബില്ല്, വൈദ്യുതി ബില്ല്, വിത്ത് ബില്ല് അടക്കം അവൻ ഉത്പാദിപ്പിക്കും, ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുക. ഒരു സംവിധാനവും ഇല്ല. കൃഷിക്കാരന് യാതൊരു സബ്സിഡിയും കൊടുക്കത്തില്ല. തകർന്ന് നിൽക്കുക കൃഷിക്കാർ. അവർ ഈ പണിമുടക്കിൽ ഐക്യ ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച് പണിമുടക്കിനൊപ്പം തൊഴിൽ കൃഷിക്കാരും രാജ്യത്തിന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മുഴുവൻ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പ്രത്യേക കോർപ്പറേറ്റുകൾക്ക് വിറ്റു. തിരുവനന്തപുരം എയറോഡ്രോം വിമാനത്താവളം അദാനിക്ക് കൊടുത്തു. അദാനി എയർപോർട്ടാണ്. രാജ്യത്തെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുന്നു. ഈ ഇൻഷുറൻസ് മേഖല, രാജ്യത്തെ മുഴുവൻ ഇൻഷുറൻസ് മേഖല തകർത്തുകൊണ്ട് വിദേശ ഇൻഷുറൻസുകാർക്ക് രാജ്യത്ത് 100% അവസരം കൊടുത്തിരിക്കുക. അപകടകരമായ സ്ഥിതി. അതേപോലെ ഇപ്പൊ എന്താ സ്ഥിതി? അമേരിക്ക ഇന്ത്യ ഒരു കരാർ, നരേന്ദ്രമോദി ട്രംപ് ഒരു കരാർ എന്ന് പറയുന്നു. അടുത്ത ദിവസങ്ങളെ പുറത്തു വന്നത് പാർലമെന്റ് ചേരുക. പാർലമെന്റിൽ അരവാക്ക് പറഞ്ഞിട്ടില്ല. അപകടകരമായ രൂപത്തിൽ ഈ രാജ്യത്തെ മുച്ചൂടും തകർക്കുന്ന 0 ടാക്സ്, 0 നികുതിയിൽ രാജ്യത്തേക്ക് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാം. നമ്മൾ അങ്ങോട്ട് കയറുന്ന 18%. അവർ രാജ്യത്തെ തകർക്കുന്ന, കാർഷിക മേഖലയെ മുച്ചൂട് മുടിക്കുന്ന, വ്യവസായികളെ തകർക്കുന്ന, ഭക്ഷ്യരംഗം തകർക്കുന്ന എല്ലാ തരത്തിലും കൊച്ചു കച്ചവടക്കാരനും ആത്മഹത്യ ചെയ്യണം. ഈ രാജ്യത്തിലെ മുച്ചൂടും തകർത്ത് ഈ രാജ്യത്തെ സ്വതന്ത്ര പരമാധികാര രാജ്യമായി ഇന്ത്യ, ഈ രാജ്യത്തെ അമേരിക്കയ്ക്ക് അടിയറ വച്ചിരിക്കുന്നു. റിമോട്ട് ഭരണം ഇവിടെ നടക്കുക. ആ തരത്തിലേക്ക് റഷ്യ എന്ന് ഇന്നലെ നമ്മൾ